ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുക എന്ന് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് പ്രഗ്നൻസി കിറ്റ് എന്ന് നോക്കാം. ഈ പ്രഗ്നൻസി കിറ്റ് എന്ന് പറയുന്നത് ഒരു ഹോം ടെസ്റ്റാണ്. പ്രഗ്നൻസി കിറ്റ് നമുക്ക് ഓൺലൈനായിട്ടും മെഡിക്കൽ ഷോപ്പുകളിലും ഒക്കെ അവൈലബിൾ ആണ്. സാധാരണയായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് 50 to 150 വരെയാണ് വരിക. ഈ കിറ്റിൽ ചില കിറ്റുകളിൽ ഒരു ടെസ്റ്റ് സ്ട്രിപ്പോ അല്ലെങ്കിൽ മിഡ് സ്ട്രീം കിറ്റോ ആണ് ഉണ്ടാവുക. പിന്നെ ഒരു ഡ്രോപ്പറും ഉണ്ടാവും അതിൻ്റെ കൂടെ. ഈ പീരീഡ്സ് നമ്മൾ എപ്പോഴാണ് പ്രഗ്നൻസി ടെസ്റ്റ് നോക്കേണ്ടത് എന്ന് വെച്ചാൽ, പീരീഡ്സ് ഡേറ്റ് ആയിട്ടും നമുക്ക് പീരീഡ്സ് ആവുന്നില്ലെങ്കിൽ 1 വീക്ക് കഴിഞ്ഞിട്ട് നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാം. രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട് ആദ്യം ഒഴിക്കുന്ന മൂത്രം ഉണ്ടായിരിക്കുമല്ലോ, അതിൽ ടെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് കൂടുതൽ ക്ലിയർ ആയിട്ട് നമുക്ക് ലഭിക്കും. പിന്നെ കൂടുതൽ വെള്ളം കുടിച്ചുകൊണ്ടിട്ട് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് ഒരിക്കലും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ റിസൾട്ടിനെ ഫെയിൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാകുന്നത് കൊണ്ട്. പിന്നെ നമുക്ക് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക എന്ന് നോക്കാം. അത് നമ്മളൊരു ഡ്രൈ കപ്പ് എടുക്കുക. ഡ്രൈ കപ്പ്, ഒരു വെള്ളത്തിൻ്റെ അംശം പോലും അതിലുണ്ടാവാൻ പാടില്ല. ഡ്രൈ കപ്പ് എടുത്തിട്ട് അതിൽ മൂത്രം കളക്ട് ചെയ്യുക. മൂത്രം കളക്ട് ചെയ്തതിന് ശേഷം ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ഏരിയയിൽ 2-3 ഡ്രോപ്സ് ഒറ്റിക്കുക. ഇനി ഇപ്പോൾ മിഡ് സ്ട്രീം കിറ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നേരിട്ട് മൂത്രം ഒഴിക്കുന്ന അവിടെ വെച്ച് കഴിഞ്ഞിട്ട് മൂത്രം കളക്ട് ചെയ്താൽ മതി. റിസൾട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യാം. റെഡ് പിങ്ക് കളറിൽ 2 ലൈൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവായും 1 ലൈൻ മാത്രമാണ് കാണിക്കുന്നതെങ്കിൽ നെഗറ്റീവായിട്ടും കണക്കാക്കാം. ഇനി ലൈൻ ഒന്നും കാണിക്കുന്നില്ല എങ്കിൽ അത് ഇൻവാലിഡ് ആയിട്ടും കണക്കാക്കാം. ഓക്കെ, മഞ്ഞ ലൈനാണ് കാണിക്കുന്നതെങ്കിൽ അത് നമുക്ക് പോസിറ്റീവായിട്ട് കണക്കാക്കാം. ദെൻ പീരീഡ്സ് തെറ്റിയെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്ന് വിചാരിക്കാൻ പാടില്ല. ചില കാരണങ്ങൾ കൊണ്ടൊക്കെ പീരീഡ്സ് ലേറ്റ് ആവും. കാരണം സ്ട്രെസ്സ്, PCOD, തൈറോയിഡ്, എക്സസൈസ്, ഡയറ്റിൽ വരുന്ന ചേഞ്ചസ്, ഈ കാരണങ്ങളൊക്കെ നമുക്ക് പീരീഡ്സ് ലേറ്റ് ആവുന്നതിനുള്ള കാരണങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണിച്ചിട്ട് കൺഫേം ആക്കാവുന്നതാണ്. നമുക്ക് പീരീഡ്സ് തെറ്റിക്കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഫെയിഡ് ആവുക, അങ്ങനെ വല്ല ഇൻവാലിഡ് റിസൾട്ട് അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ ഒന്ന് ഡോക്ടറെ കണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് പ്രഗ്നൻസി ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. വീട്ടിൽ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഡോക്ടറെ കാണിക്കാതിരിക്കരുത്. ഡോക്ടറെ കാണിച്ചിട്ട് ഒന്നുകൂടെ കൺഫേം ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.